സോ ഫ്രണ്ട്സ്, 2025 മോഡൽ ഷിമാനോ ഗ്രാപ്ലർ ടൈപ്പ് സി പോപ്പിംഗ് റോഡ്, 8 ഫീറ്റ് ഹെവി റോഡ്, അതുപോലെ എക്സ്ട്രാ ഹെവി റോഡ്, രണ്ട് മോഡൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഷിമാനോയുടെ ഏറ്റവും അഡ്വാൻസ്ഡ് ടെക്നോളജിയിൽ വന്നിട്ടുള്ള ബെസ്റ്റ് റോഡ്. അതുപോലെ നമുക്ക് ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ പ്രൈസ് റേഞ്ചാണ്. നമുക്ക് ഇൻ്റർനാഷണൽ മാർക്കറ്റിനേക്കാളും ഏറ്റവും ബെസ്റ്റ് റേറ്റിലാണ് നമുക്ക് ഈ പ്രാവശ്യം 2025 മോഡൽ ഗ്രാപ്ലർ ടൈപ്പ് സി നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ പ്രത്യേകതകൾ പറയാം. ആദ്യം കണ്ടില്ല, 8 ഫീറ്റിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള 8 ഫീറ്റിൽ രണ്ട് മോഡൽ. ഒന്ന് 8 ഫീറ്റ് ഹെവി റോഡ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ 8 ഫീറ്റ് എക്സ്ട്രാ ഹെവി റോഡ് വന്നിട്ടുണ്ട്. ബഡ് ജോയിൻറ്റിലാണ് റോഡ് വന്നിട്ടുള്ളത്, കണ്ടില്ല, ബഡ് ജോയിൻറ്റ് 2 സെക്ഷനിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് റോഡിൻ്റെ കൂടെ രണ്ട് റോഡ് സ്ട്രാപ്പ് വന്നിട്ടുണ്ട്, കണ്ടില്ല. അപ്പോൾ നമുക്ക് ബഡ് ജോയിൻറ്റ് മറ്റേതിനോട് കൂടെ നല്ല സ്ട്രോങ് ആയിട്ട് എടുത്തു വെക്കാൻ പറ്റുന്ന, പ്രത്യേകിച്ച് ട്രാവലിങ്ങിലൊക്കെ കൊണ്ടെടുക്കാൻ പറ്റിയ റോഡ് സ്ട്രാപ്പ് വന്നിട്ടുണ്ട്. പിന്നീട് കണ്ടില്ലേ, നിങ്ങൾ ബോട്ടം സെക്ഷൻ എടുക്കുമ്പോൾ നല്ല ഹൈ ഡെൻസിറ്റി EVA ഗ്രിപ്പിലാണ് വന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് നമ്മുടെ ഈ ബോട്ടം സെക്ഷൻ നമ്മൾ എന്താ പറയുക, ഫിഷിനെ ഫൈറ്റ് ടൈമിലൊക്കെ പിടിക്കാൻ പറ്റിയ നല്ല സ്പെഷ്യൽ ഗ്രിപ്പോട് കൂടിയിട്ടാണ് അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഫിജിയുടെ DPS റീൽ സിറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത് വിത്ത് നെറ്റ് ലോക്കോട് കൂടി, കണ്ടില്ലേ, എക്സ്ട്രാ ലോക്കോട് കൂടിയുള്ള ഫിജിയുടെ DPS റീൽ സിറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്ക് ഈ ഒരു സെയിം ഗ്രാപ്ലർ ടൈപ്പ് സി തന്നെ പോപ്പിംഗ് റോഡിൻ്റെ ലൈറ്റ് വേർഷൻസ് 7 ഫീറ്റിലും 8 ഫീറ്റിലൊക്കെ ലൈറ്റ് വേർഷൻസ് അവൈലബിൾ ആണ്. അതിപ്പോൾ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടില്ല. അതിൽ വരുന്നത് ഷിമാനോയുടെ CI4 മെറ്റീരിയലിൻ്റെ റീൽ സിറ്റാണ് വന്നിട്ടുള്ളത്. സോ ഇതിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ഫിജിയുടെ DPS റീൽ സിറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. ബോട്ടത്തിൽ ഗിംബാൾ ടൈപ്പ് വരുന്നുണ്ട്, കണ്ടില്ലേ, ഗിംബാൾ വരുന്നുണ്ട്. പിന്നീട് നമ്മൾ റോഡിലോട്ട് കിടക്കുമ്പോൾ ഫിജിയുടെ സാൾട്ട് വാട്ടർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഗൈഡുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്, കണ്ടില്ലേ, ഗൈഡുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നീട് ഈ റോഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ വെയിറ്റ് ആണ്. നമുക്ക് ഇതിനെ ഹെവി റോഡ്, അതായത് 8 ഹെവി വരുന്നത് ആകെ 386 ഗ്രാമും എക്സ്ട്രാ ഹെവി വരുന്നത് ആകെ 408 ഗ്രാമും മാത്രമാണ്. ഈ 408 ഗ്രാമുള്ള റോഡിൽ നമുക്ക് 200 ഗ്രാം കാസ്റ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്. 82H ഹെവി റോഡിൽ നമുക്ക് ഒരു 150 ഗ്രാം കാസ്റ്റിംഗ് കപ്പാസിറ്റിയാണ്. അപ്പോൾ നിങ്ങൾ വലിയ GT, അതുപോലെ തന്നെ ട്യൂണ, ഇങ്ങനെയുള്ള മെർലിൻ, സെയിൽ ഫിഷ്, ഇങ്ങനെയുള്ള ഫിഷുകളെ ടാർഗറ്റ് ചെയ്യുമ്പോൾ ഇവൻ 200 ഗ്രാം വരെ നിങ്ങൾ കാസ്റ്റിംഗ് കപ്പാസിറ്റി ഉള്ള റോഡാണ്. പക്ഷേ വളരെ ലൈറ്റ് വെയിറ്റ് ഉള്ള റോഡും കൂടിയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ റോഡ് ഇത്ര ലൈറ്റ് വെയിറ്റ് ആണെന്ന് നമുക്ക് പറയാം. ഇതിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ടെക്നോളജി ഷിമാനോയുടെ സ്പൈറൽ എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള പാറ്റൻറ്റഡ് ടെക്നോളജിയാണ് ഈ റോഡിൽ ഷിമാനോ ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ പാറ്റൻറ്റഡ് ടെക്നോളജിയുടെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഈ റോഡിൻ്റെ ബ്ലാങ്ക് നമുക്ക് വളരെ ലൈറ്റ് വെയിറ്റ് ആയിരിക്കും, പക്ഷേ നല്ല പവർഫുൾ ആയിട്ടുള്ള ബ്ലാങ്കാണ്. ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള 3 ലെയർ ബ്ലാങ്ക് കൺസ്ട്രക്ഷനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിൻ്റെ മിഡിൽ ലെയർ വെർട്ടിക്കലി ഫൈബർ മിഡിൽ ലെയറാണ് വന്നിട്ടുള്ളത്. പിന്നീട് അതിൻ്റെ ഇന്നർ അതുപോലെ ടോപ്പ് ലെയർ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഡയഗനലി വാർപ്പ് ചെയ്തിട്ടുള്ള കാർബൺ ടാപ്പ് ഉപയോഗിച്ചിട്ടുള്ള വാർപ്പിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ എക്സ്പൈറൽ എന്ന് പറയുന്ന ടെക്നോളജിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന മീൻ ഏതും ആയിക്കോട്ടെ, നമുക്ക് വളരെ ആരാംസെ, വളരെ ഈസി ആയിട്ട്, കംഫർട്ടബിൾ ആയിട്ട് ഒരുപാട് നേരം പോപ്പ് ചെയ്യാനും മീനെ ഫൈറ്റ് ചെയ്യാനും പറ്റും. പിന്നീട് രണ്ടാമത്തെ പ്രത്യേകത, അതുപോലെ തന്നെ ഷിമാനോയുടെ ഹൈ പവർ എക്സ് വാർപ്പിംഗ് ഈ ഒരു റോഡിൻ്റെ ഏറ്റവും ടോപ്പ് ലെയറിൽ കൊടുത്തിട്ടുണ്ട്. ഹൈ പവർ എക്സ് വാർപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു എക്സ് ഷേപ്പിൽ ഈ റോഡിൻ്റെ ടോപ്പ് പീസിൽ കാർബൺ ടാപ്പ് ഉപയോഗിച്ച് വാർപ്പ് ചെയ്തിട്ടുള്ളതാണ്. അത് വാർപ്പിൻ്റെ പിന്നെ പ്രത്യേകിച്ച് ഈ വാർപ്പ് ചെയ്തിട്ടുള്ള ഓരോ റോഡിനും, അതായത് ഹെവി റോഡിന്, അതുപോലെ എക്സ്ട്രാ ഹെവി റോഡിന്, ലൈറ്റ് റോഡിന്, ഓരോ റോഡും നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന മീനുകൾക്കനുസരിച്ചാണ് ആ ഒരു വാർപ്പിങ്ങിൻ്റെ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ വാർപ്പിങ്ങിൻ്റെ പവറും അതേപോലെ തന്നെ ടാപ്പിൻ്റെ തിക്നെസ്സും അതുപോലെ വാർപ്പ് തുടങ്ങിയിട്ടുള്ള സ്ഥലവും തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഇൻഡിവിജ്വലായിട്ട് അല്ലെങ്കിൽ ടൈലേർഡ് ആയിട്ട് ഓരോ റോഡിനും വേണ്ടിയിട്ടാണ് സ്പെഷ്യലായിട്ട് ആ ഒരു വാർപ്പിംഗ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പിന്നെ രണ്ടാമത്തെ പ്രത്യേകത, നമ്മൾ മീനെ ഫൈറ്റ് ചെയ്യുമ്പം ഈ ഒരു ഹൈ പവർ എക്സ് ടെക്നോളജി കാരണം നമ്മൾ വലിയ മീനെ ഫൈറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് റോഡ് സ്ലിപ്പായി പോവില്ല എന്നുള്ളതാണ് അടുത്തൊരു പ്രത്യേകത. പിന്നീട് ഇതിൻ്റെ പ്രൈസ് പോയിന്റ് ഞാൻ പറഞ്ഞു. നമുക്കിപ്പോൾ ഇത് അവൈലബിൾ ആയിട്ടുള്ള ടാക്കിൾ ടിപ്സിൽ നമുക്ക് ഷിമാനോയുടെ ഈ ഒരു റോഡ് ഗ്രാപ്ലർ ടൈപ്പ് സി പോപ്പിംഗ് റോഡ് നമുക്ക് 802 അപ്രോക്സിമേറ്റ്ലി 25,400 റുപ്പീസും, അതുപോലെ തന്നെ എക്സ്ട്രാ ഹെവി റോഡ് 26,400 റുപ്പീസൊക്കെ അപ്രോക്സിമേറ്റ് പ്രൈസ് വരുന്നുള്ളൂ. അത് ഇതിൻ്റെ പ്രീവിയസ് മോഡൽ നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആയതിനേക്കാളും അറൗണ്ട് 10,000 ലെസ് പ്രൈസിൽ, അല്ലെങ്കിൽ നമ്മുടെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നിങ്ങൾ എവിടെ തപ്പിയാലും കിട്ടാവുന്ന പ്രൈസിൻ്റെ ഏറ്റവും കോമ്പറ്റേറ്റീവ് ആയ പ്രൈസ് റേഞ്ചിലാണ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത്. ടാക്കിൾ ടിപ്സിൻ്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള tackletipscom കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈനായി നിങ്ങൾക്കിത് വാങ്ങിക്കാം. പിന്നെ നമുക്ക് ബജാജിൻ്റെയും മറ്റുള്ള EMI ഓപ്ഷൻസും അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ ക്രെഡിറ്റ് കാർഡ് വഴി പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷനും ടാക്കിൾ ടിപ്സിലുണ്ട്. താങ്ക് യു.